Hey guys, it's me Ashwati and welcome back to my channel Mentortales. So ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 പോയട്രി ഇന്ത്യൻ റൈറ്റിംഗിലെ മൊഡ്യൂൾ 1ത്തെ ലാസ്റ്റ് പോയട്രി ആയിട്ടുള്ള ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് ബൈ അഗ ഷാഹിദ് അലി. ആ ഒരു പോയറ്റത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ ഈ ഒരു ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് ബൈ അഗ ഷാഹിദ് അലിയിലെ ഫസ്റ്റ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേസ് ദാറ്റ് ദ ഹൗസസ് ആർ എംപ്റ്റി? ഹൗസസ് ഒക്കെ എംപ്റ്റി ആണ്, വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നതെന്നാണ് ചോദിക്കണത്. ഓക്കെ, സോ ദ പോയറ്റ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പീപ്പിളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൈമിൽ ആ പ്ലേസിലുള്ള ഡിസ്റ്റർബൻസസ് കാരണം അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത്. Okay, so the poet says that the houses are empty because the people have fled because of the disturbances going on in that place. So everything is finished, nothing remains. ഈ ഒരു ഫ്രേസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ ഈ ഹൗസസ് ഒക്കെ എംപ്റ്റി ആവുന്നത് എന്തൊക്കെയോ ഡിസ്റ്റർബൻസസ് കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ. സോ എന്ത് കോണ്ടെക്സ്റ്റ്, ഏത് സന്ദർഭമാണ് അവിടെ പറയുന്നത് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 1990s കോൺഫ്ലിക്റ്റ് ആണ്. അതിലെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാശ്മീർ വാലിയിൽ നിന്നും 100,000 അതിലെക്കാട്ടിലും അധികം പണ്ഡിറ്റുകൾ എന്ത് ചെയ്തു, കാശ്മീരി താഴ്വരയിൽ നിന്നിട്ട് എന്ത് ചെയ്തു, പലായനം ചെയ്യിപ്പിച്ചു. ഓക്കെ, ആര്, മിലിറ്റൻസ്, തീവ്രവാദികൾ, ഏതാണ്ട് 100,000, ഓക്കെ 100,000 ആണ് കേട്ടോ, 100,000 പണ്ഡിറ്റ്സിനെ അവിടുന്ന് പലായനം ചെയ്യിപ്പിച്ചു. ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് പേരുടെ വീടുകളൊക്കെ ബേൺ ചെയ്തു. സോ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഇവിടെ എവ്രിതിങ് ഇസ് ഫിനിഷ്ഡ് നത്തിങ് റിമെയിൻസ് എന്നുള്ളതോടെ പറയുന്നത്. Okay, so the context is the conflict in 1990s which involved militants driving away more than 100,000 Pandits from Kashmir Valley. Many were killed and their houses were burnt. Kashmir Valleyയിലത്തെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഹി വാണ്ട്സ് ടു ലിവ് ഫോർ എവർ? സോ കവി എന്തുകൊണ്ടാണ് തനിക്ക് എന്നേക്കും ജീവിക്കണം എന്ന് പറയുന്നത്, ഹി വാണ്ട് ടു ലിവ് ഫോർ എവർ എന്ന് പറയാൻ കാരണം എന്താണ്? സോ പോയറ്റിന് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോയറ്റിന് ജനങ്ങളുടെ അടുത്ത് ഈ ഐക്യത്തിനെയും സമാധാനത്തിനെയും പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുമാതിരി തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും അതുമാതിരി തന്നെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വാട്ട് ഈസ് യൂണിറ്റി, വാട്ട് ഈസ് പീസ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. സോ ഒരാൾ വരും പോകും, പക്ഷേ നേഷൻ, ഈ രാഷ്ട്രം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കേണ്ട കാര്യമാണെന്ന് പോയറ്റിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പോയറ്റിന് ഹി വാണ്ട്സ് ടു ലിവ് ഫോർ എവർ. Okay, so the poet wants to live forever because he wants to preach unity and peace between the factions that fight and kill one another. Okay, a person may come and go. എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിക്കും മരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നേഷൻ, ആ രാഷ്ട്രം എന്നും നിലനിൽക്കാനുള്ളതാണ്. സോ ഹി വാണ്ട് ടു പ്രീച്ച് ദ യൂണിറ്റി ആൻഡ് പീസ്. അതുകൊണ്ട് തന്നെ ഹി വിഷ് ടു ലിവ് ഫോർ എവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് ലെറ്റേഴ്സ് റിസീവ്ഡ് ബൈ ദ നരേറ്റർ? ഇതിൽ ഈ നരേറ്ററിന് കിട്ടുന്ന കത്തുകളുടെയൊക്കെ കണ്ടൻറ്റ് എന്തായിരുന്നു? വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ്? അതിൻ്റെ ഒക്കെ ഉള്ളടക്കം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ അതിൽ ഒരു ലെറ്റർ ബിഗിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എന്താണ്, ദീസ് വേർഡ്സ് മേ നെവർ റീച്ച് യു. ഈ വാക്കുകൾ നിൻ്റെ കൈകളിൽ എത്തില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു ലെറ്റർ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ സ്കിൻ ഡിസോൾവ്സ് ഇൻ ഡ്യൂ വിത്തൗട്ട് യുവർ ടച്ച്. അതായത് നിൻ്റെ സ്പർശനമില്ലാതെ എൻ്റെ എന്താ പറയുക, ശരീരം മീൻസ് എൻ്റെ സ്കിന്ന് മഞ്ഞിലെന്ന പോലെ അലിഞ്ഞു പോകുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഒരു ലെറ്റർ അവസാനിക്കുന്നത്. സോ ഓൾ ദിസ്, ഈ നരേറ്ററിന് കിട്ടുന്ന എല്ലാ ലെറ്റേഴ്സും എന്താണ്, ലവ് ലെറ്റേഴ്സ് റിട്ടൺ ബൈ പീപ്പിൾ മാഡ്ലി ഇൻ ലവ്. ഓക്കെ, അന്ധമായിട്ട് പ്രണയിക്കുന്ന ആളുകൾ തമ്മിൽ എഴുതുന്ന ലെറ്റേഴ്സാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, സോ വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റേഴ്സ് റിസീവ്ഡ് ബൈ ദ നരേറ്റർ എന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദ ലെറ്റേഴ്സ് ബിഗിൻസ് ലൈക്ക് ദിസ്, ദീസ് വേർഡ്സ് മേ നെവർ റീച്ച് യു. Another letter ends like this, the skin dissolves in dew without your touch. So all these are love letters written by people madly in love. ഇതൊക്കെയാണ് ഇതെന്ന് ചോദിക്കാവുന്ന ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ഹൗ ഡസ് അഗ ഷാഹിദ് അലി എൻകാപ്സുലേറ്റ്സ് ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് കാശ്മീർ ഇൻ ദിസ് പോയം? അത് ഈ ഒരു പോയത്തിലൂടെ, ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് എന്നുള്ള പോയത്തിലൂടെ അഗ ഷാഹിദ് അലി എങ്ങനെയാണ് കാശ്മീരിൻ്റെ ഒരു ദുരവസ്ഥ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കണത്. എങ്ങനെയാണ്, അതായത് ആ ഒരു ടൈമിൽ കാശ്മീരിലുള്ള ഡിസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു പത്തറ്റിക് ആയിട്ടുള്ള കണ്ടീഷനെ വിവരിച്ചും കൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. സോ അവിടെ ഒരുപാട് ഹൗസസ് എന്ത് ചെയ്ത് കത്തിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വീടുകൾ എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട്, കാരണം ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തതുകൊണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് ഇൻ 1990s. ഒരുപാട് തീവ്രവാദികൾ വന്നിട്ട് അവിടെയുള്ള പണ്ഡിറ്റ്സ്, 100,000 പണ്ഡിറ്റ്സിനെ കാശ്മീർ വാലിയിൽ നിന്നും ഓടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഒരുപാട് വീടുകൾ നശിപ്പിച്ചു, വീടുകൾ കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാലിയിൽ നിന്ന്
എന്താണ് ഈ വാലിയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളൊക്കെ മെയിൻലാൻഡിലേക്കാണ് പോയിട്ടുള്ളത്. വേറെ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ റെഫ്യൂജീസായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, സോ അവരെന്ത് ചെയ്തു, വേറെ ആളുകളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അവരുടെ ഹൗസ് ബേൺ ചെയ്യപ്പെട്ടു. പെട്ടെന്നൊരു ദിവസം അവരുടെ വേൾഡ് ഇല്ലാതായി. സോ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഹൗസസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. എല്ലാവർക്കും അവരുടെ വീട് ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും, ലൈക്ക് ഗോൾഡ്. പക്ഷെ ഇപ്പം അതൊക്കെ ആഷായിട്ട് മാറി, വെറും ആഷസ് ആയിട്ട് എരിഞ്ഞ് തീർന്നു എന്നൊക്കെ പറയില്ല, അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, സോ വിത്ത് ദ മുഅസിൻ ഡെഡ് ദർ ഇസ് നോ പ്രെയർ ഇൻ ദ സിറ്റി. മുഅസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലാക്കേനെയാണ് പറയുന്നത്. സോ അവർ മരിച്ചു, അതിനുശേഷം സിറ്റിയിൽ പ്രെയറൊന്നുമില്ല. ദ ഫൈറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ ആൻഡ് ഹൗസസ് ആർ ബീങ് ബേൺഡ് ആൻഡ് പീപ്പിൾ കിൽഡ്. സോ ഇപ്പോഴും അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൗസസ് കത്തുന്നുണ്ട്, പീപ്പിൾ മരിച്ചു വീഴുന്നുണ്ട്. സോ ആ ഒരു പത്തറ്റിക് കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെയാണ് കാശ്മീരിലെ കണ്ടീഷൻ ഈ പോയത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. So Aga Shahid Ali encapsulates the pathetic condition of Kashmir in his poem by giving a vivid picture of the destruction there. Many houses are buried under the debris created by the disturbances. Many houses are empty. They are empty because the people in these houses have fled. This happened because of the conflict in 1990s, which involved militants driving away more than 100,000 Pandits from Kashmir Valley. The people that fled from the valley have gone to the mainland and have become refugees there. They are separated from the other people by the mountains. Their houses are burnt and suddenly their world disappeared. Okay, their houses were precious to them like gold, but now they have become ashes. With the muezzin dead, there is no prayer in the city. The fight is still going on. The houses are being burnt and the people are being killed. Okay. Next question, how does Kashmir change from the status of the heaven on earth to a hell? So ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരാണ്. സോ ഭൂമിയിലെ സ്വർഗം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് കാശ്മീർ ഹെല്ല്, നരകമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കണത്. ഇങ്ങനെയാണ്, അവിടെയുള്ള ഈ ഒരു അട്രോസിറ്റീസ് കാരണം തന്നെയാണ്. അവിടെയുള്ള മേജർ റിലീജിയൻസിൻ്റെ ഫോളോവേഴ്സ്, ആ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളുകളുടെ അട്രോസിറ്റീസ് കാരണമാണ് കാശ്മീർ ഹെവൻ ഹെല്ലായിട്ട് മാറുന്നത്. ഓക്കെ, അതിന് പുറമെ അവിടെ ഡിസ്ട്രക്ഷൻ ബൈ സോൾജേഴ്സ് നടക്കുന്നുണ്ട്. സോ കാശ്മീർ ഇസ് കോൾഡ് ദ ഹെവൻ ഓൺ എർത്ത് ബിക്കോസ് ഓഫ് ഇറ്റ് സെനിക് ബ്യൂട്ടി. അവിടുത്തെ ഒരു ബ്യൂട്ടി കാരണമാണ് ഈ ഒരു എർത്തിലെ സ്വർഗം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പക്ഷേ അവിടെ നമ്മുടെ സ്വർഗത്തിലുള്ള ഗാർഡൻ ഓഫ് ഏദനില്ലേ, അതിൻ്റെ ഒരു റിസംബ്ലൻസ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഹെവൻ ഓൺ എർത്തായിട്ട് കാശ്മീർ അറിയപ്പെടുന്നത്. അവിടെ ഒരുപാട് നേച്ചുറൽ റിസോഴ്സസ്, അതുമാതിരി കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുമാതിരി തന്നെ എംപറർ ഷാജഹാൻ, ഔറംഗസീബ്, അവരൊക്കെ ശ്രീനഗറിനെ അവരുടെ സമ്മർ ക്യാപിറ്റലാക്കിയിട്ടുണ്ട്. പിന്നെ മുഗൾസ് അവിടെ ഒരുപാട് ഗാർഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരുപാട് ലേക്സ് ഉണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് അവിടെ അത്രയും ബ്യൂട്ടി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഈ ഗാർഡൻ ഓഫ് ഏദൻ അതിനെ റിസംബിൾ ചെയ്യുന്നത് കൊണ്ടുമാണ് കാശ്മീരിനെ ഹെവൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഹെല്ലായിട്ട് മാറി, കാരണം അവിടെയുള്ള ഈ അട്രോസിറ്റീസ് കാരണം, അവിടെയുള്ള ഈ തീവ്രവാദികളുടെ ഇതും, അതിന് പുറമെ ഫൈറ്റ് ബിറ്റ്വീൻ ദ സോൾജേഴ്സ്, കൺട്രിയുടെ രക്ഷയ്ക്കുള്ള ആ ഒരു ഫൈറ്റിലും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ടുള്ള അട്രോസിറ്റീസ് നടക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ടാണ് അത് ഹെവൻ നിന്ന് ഹെല്ലായിട്ട് മാറുന്നത്. Okay, so Kashmir changes from the status of heaven on earth to hell because of the atrocities committed by the followers of the major religion there. Added to their destruction, there is also the destruction by the soldiers. So Kashmir is called heaven on earth because of its scenic beauty. It acquired the name of paradise on earth because of its resemblance with the Garden of Eden, which is described in religious and folk text. The abundance in nature and natural resources make Kashmir the muse of multiple historical references in literature and memoirs. Emperor Shah Jahan and Aurangzeb made Srinagar as their summer capital. A plethora of gardens were built by the Mughals that added an organized layer to the free-flowing beauty of Kashmir. The many lakes in Kashmir offer a panoramic view of the land with its divergent forms of flora and fauna. ഇതുകൊണ്ടൊക്കെയാണ് അത് ഹെവൻ ആയത്. ഹെല്ലായത് എന്തുകൊണ്ടാണ്? അവിടെ നടക്കുന്ന അട്രോസിറ്റീസ്, അവിടെ നടക്കുന്ന ടെററിസം, ഇതുകൊണ്ടൊക്കെയാണ് ഇത് ഹെല്ലായിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ പൊളിറ്റിക്കൽ ചാവോസ് ഓഫ് കാശ്മീർ ഹാസ് എഫക്റ്റഡ് ദ ലൈഫ് ഓഫ് കോമൺ മാൻ ഇൻ കാശ്മീർ. അതായത് കാശ്മീരിലുള്ള ഈ രാഷ്ട്രീയ കലാപങ്ങളൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്തത്, അതാണ് ചോദിക്കുന്നത്. സോ എന്താണ്, അവരുടെ ഹൗസസൊക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. ആ ഹൗസസൊക്കെ കത്തിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾക്ക് വീട് എംപ്റ്റി ആക്കിയിട്ട് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഓക്കെ, 1990s ഒരു കോൺഫ്ലിക്റ്റാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്.
ഓക്കെ. സോ ഈ ഒരു മിനാരറ്റ് ഒരു മീൻസ് ഒരു ഗോപുരം, ആ ഗോപുരത്തിൽ നിന്ന് മുഅസ്സിനാണ് എപ്പോഴും ആളുകളെ 5 times a day പ്രയറിന് വേണ്ടി വിളിക്കാറുള്ളത്. അപ്പോൾ ഈ മുഅസ്സിൻ എന്ത് ചെയ്തു? മുഅസ്സിൻ ഇപ്പം ഇല്ല, ഹി വാസ് കിൽഡ്. ആൻഡ് നൗ ദ ഫൈറ്റ് ഇസ് ഗോയിങ് ഓൺ, ഹൗസസ് ആർ ബീങ് ബേൺഡ്, പീപ്പിൾ ബീങ് കിൽഡ്. അപ്പോൾ പീപ്പിളിന് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഡൗട്ടാണ്. ദേ ആർ സസ്പീഷ്യസ് ഓഫ് വൺ അനദർ. അങ്ങോട്ടും ഇങ്ങോട്ടും ദർ ഇസ് നോ ട്രസ്റ്റ്. ഓക്കെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിമീസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ നോർമൽ ലൈഫ് ഇങ്ങനൊരു കോൺസ്റ്റൻറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ലിവ്. അതുകൊണ്ട് തന്നെ വേരിയസ് പീപ്പിൾ എന്താണ്, അവരുടെ ലൈഫൊക്കെ ഡിസ്ട്രക്റ്റഡ് ആണ്. അവർ റെഫ്യൂജീസ് ആയിട്ട് പോവുകയാണ് വേറെ പല കൺട്രീസിലേക്കും. അവർക്ക് എല്ലാം ആയിരുന്ന പ്രഷ്യസ് ആയിരുന്ന അവരുടെ വീടുകളൊക്കെ ഇപ്പോൾ വെറും ആഷസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഷോസ് ദ ക്രൈസ് ഓഫ് പെയിൻ ഓഫ് ദ വയലൻസ് എഫക്റ്റഡ് കോമൺ പീപ്പിൾ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പൊളിറ്റിക്കൽ ചാവേഴ്സിന് സാധാരണ ആളുകളുടെ ലൈഫിലുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. Okay, the political chaos of Kashmir has affected the life of common man in Kashmir in a very adverse way. We see many houses buried under the debris created by the disturbances. Many houses are empty. They are empty because the people in those houses have fled. This happened because of the conflict in the 1990s, which involved militants driving away more than 100,000 Pandits from Kashmir Valley. The Muezzin used to call the people for their prayers 5 times a day from the minaret. But the minaret is entombed and the Muezzin is no more there. The fight is still going on and the houses are being burnt and people killed. People are now suspicious of one another. There is no trust between the people and they see each other as enemies. Normal life is impossible in such places when there is constant fight going on. So the people had now become refugees in some other country. They have lost their houses which was very precious to them. Okay, so we can see the cries of pain from the violence inflicted people. ഇനി ഇതൊന്ന് ലോങ് ഏസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഡിസ്ക്രൈബ് ദ വോഫുൾ ടെയിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് കാശ്മീർ വിത്ത് റെഫറൻസ് ടു പോയം എന്നാണ്. ഓക്കെ, കാശ്മീരിലുള്ള ജനതയുടെ ദുരന്ത കഥ വിവരിക്കാനാണ്. ഇതും നമ്മൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അതായത് കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് ബൈ ആകാശ് ആയിദ് അലി നമുക്ക് ആ ഒരു കഥേനെ പറ്റിയിട്ടുള്ള ഒരു വിവിഡ് പിക്ചർ തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ആകാശ് ആയിദ് അലി പറയുമ്പോൾ കാശ്മീരിലാണ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീ നോസ് അബൌട്ട് കാശ്മീർ വെരി മച്ച്. കാശ്മീർ വാസ് കോൾഡ് ആസ് ദ ഹെവൻ ഓൺ എർത്ത്. അതിൻ്റെ സെനിക് ബ്യൂട്ടി കാരണം, ഗാർഡൻ ഓഫ് ഏതിനെ റിസംബിൾ ചെയ്യുന്നത് കാരണം അതൊക്കെ പറയാം. പക്ഷേ ഇപ്പം എന്താണ്, കാശ്മീർ ഇസ് നോട്ട് ദറ്റ് ഹെവൻ. വയലൻസ് ആണ് ആ പ്ലേസിൽ ഇപ്പം മൊത്തം. ദാറ്റ് ഹാസ് ടേൺ ദിസ് ഹെവൻ ടു ഹെൽ. ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റിയ വെറും പത്തറ്റിക് ആയിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ്. ഹൗസസ് വെറും ഡെബ്രിസ് ആയിട്ട് മാറിയിട്ടുള്ളത്, കത്തുന്നത്, വീടുകൾ കത്തുന്നത്, ആളുകൾ ഓടിപ്പോകുന്നത്, ആളുകളെ കൊല്ലുന്നത്. പിന്നെ 1990s കോൺഫ്ലിക്റ്റ്, ഒരുപാട് ആളുകളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ടുള്ളത്. മെനി പീപ്പിൾ വർ കിൽഡ്. അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. സോ കാശ്മീർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ദാറ്റ് വാസ് എ പ്ലേസ് ഓഫ് പീസ് ആൻഡ് കാം. അവിടെ മിനാരത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഗോപുരത്തിൽ നിന്ന് മുഅസ്സിൻ മുല്ലാക്ക 5 times ആളുകളെ പ്രയറിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നൗ ഹീ ഈസ് നോ മോർ. ഇപ്പോൾ വയലൻസ് മാത്രമേ അവിടെ ഉള്ളൂ. പീപ്പിൾ ഹാർഡ്ലി പ്രേ നൗ. ഓക്കെ, ഫൈറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ, ഹൗസസ് ആർ ബീങ് ബേൺഡ്, പീപ്പിൾ കിൽഡ്. അതിനൊന്നും ഒരു സൊല്യൂഷൻ ഇതുവരെ ആയിട്ടില്ല. Okay, so Kashmir is a fine example to show how a beautiful place can be turned to a graveyard where one can only hear the noise of guns and the crying of people. Okay, so instead of living in peace and harmony and enjoying the beauty of nature, people are bent upon killing one another in the name of religion and power. അതാണ് കാശ്മീരിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അങ്ങനെ അവിടുത്തെ ആളുകളുടെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ, അതായിരിക്കും ലോങ് എസ്സേ ആയിട്ട് ഇതൊന്ന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് നമ്മുടെ മൊഡ്യൂൾ 1 പോയട്രിത്തെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 2 വേഴ്സസ് ഗീതാഞ്ജലി ആൻഡ് ഗാർഡനർ പറഞ്ഞു, സരോജിനി നായിഡുവിൻ്റെ കൊറോമാൻഡൽ ഫിഷേഴ്സ് പറഞ്ഞു, കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, അരുൺ കൊലാട്കറിൻ്റെ ആൻ ഓൾഡ് വുമണിൽ പറഞ്ഞു, ആൻഡ് ഇപ്പോൾ ആകാശ് ആയിദ് അലിയുടെ ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസും പറഞ്ഞു. സോ മെയിനായിട്ട് ഇതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കണ്ടൻറ്റ്, മെയിനായ കണ്ടൻറ്റ് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പോയത്തിലാണെങ്കിൽ കാശ്മീർ, ആ 1990 കോൺഫ്ലിക്റ്റ്, ആ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് അബൌട്ട് എനിത്തിങ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 1 പോയിട്രി. ഇനിയുള്ളത് മൊഡ്യൂൾ 2 പ്രോസ് ആണ്. പ്രോസിൽ 2 ചാപ്റ്റേഴ്സ്, ഒന്ന് BR അംബേദ്കറിൻ്റെ സ്പീച്ച് അറ്റ് മഹദും പിന്നെ സൽമാൻ റഷ്ദിയുടെ ഇമാജിനറി ഹോംലാൻഡ്സുമാണ് മൊഡ്യൂൾ 2 വരുന്നത്, പ്രോസ് സെക്ഷനിൽ വരുന്നത്. സോ എനിവേ അടുത്ത പാർട്ടായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും, വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര എസെൻഷ്യൽ ആണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.